അങ്ങനെ നമുക്ക് ഞായറാഴ്ചത്തെ രണ്ടാമത്തെ വിശേഷങ്ങളിലോട്ട് കിടക്കാൻ. രണ്ടാമത്തെ വിശേഷമൊന്നുമില്ല കേട്ടാ. നമ്മളുടെ സുതപ്പൻ നേരത്തെ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ല, ആ ചിക്കനെ നമുക്കൊന്ന് കറിയുമാക്കാം. ഒരു കൊച്ചു ബിരിയാണി, തട്ടിക്കൂട്ടൊരു കൊച്ചു ബിരിയാണി തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ദേ ഞങ്ങൾ അടുക്കളയിലോട്ട് എത്തിയിട്ടുണ്ട്. അടുക്കളയിൽ വന്ന് ഞാൻ വേഗം തന്നെ കുക്കറിൽ വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 2 വിസിലടിച്ചിട്ടുള്ള പെട്ടെന്നുള്ള ബിരിയാണിയാണ് നമ്മൾ റെഡിയാക്കാൻ പോണത്. അടുക്കളയിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കും സുധുവിനും പാട്ടൊക്കെ വെക്കാമെന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ പാട്ട് പാടിയിരുന്നാൽ പറ്റില്ല മോനെ, കുറച്ച് സവാള അങ്ങോട്ട് അരിഞ്ഞോ എന്ന് ഞാൻ പറഞ്ഞ്. പക്ഷെ പറഞ്ഞെങ്കിലും ഞാൻ അവനെ കൊണ്ട് അത് ചെയ്യിച്ചില്ല കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, അവനവിടെ ഇരുന്നുണ്ട്. എന്തായാലും ഞായറാഴ്ച ഒരു ദിവസമല്ലേ കൊച്ചിന് ഫ്രീ കിട്ടുള്ളൂ, കൊച്ചവിടെ വെറുതെ ഇരുന്നോട്ടെ എന്നോർത്ത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പാട്ടൊക്കെ പാടിത്തന്നത് എൻ്റെ കൂടെ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പണി തരുമെന്നൊക്കെ ഞാനിങ്ങനെ തമാശയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നമ്മുടെ ചിക്കനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി അടുപ്പത്തായപ്പോഴേക്കും ഞാൻ റൈസും റെഡിയാക്കിയിട്ടുണ്ട്. റൈസ് ആണെങ്കിൽ 2 വിസിലടിച്ചപ്പോഴേക്കും റൈസും വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതിയപ്പോഴേക്കും ഉള്ള കണ്ട പുക മുഴുവനും എൻ്റെ ഫോണിലേക്ക് കയറിയിട്ടുണ്ട്. സുതപ്പൻ എന്ത് ചെയ്യുന്നല്ലേ നോക്കണത്. സുതപ്പൻ അവിടെ കിടന്ന് TV കാണുന്നുണ്ട്. സുധുവിനാണെങ്കിൽ ഇന്നൊരു ദിവസമല്ലേ TV കാണാനും കിട്ടുള്ളൂ, കൊച്ചിരുന്ന് കണ്ടോട്ടെ. അടുത്ത ആഴ്ച മുതൽ പരീക്ഷയാണെന്നേ. നല്ല അടിപൊളി ചൂടൻ ദിവസങ്ങളാണ് ഇനി വരാൻ പോണത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ അവിടെ കിടന്ന് നല്ല വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ കറി കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് തോന്നണം. നമുക്കിനി കഴിച്ച് നോക്കുമ്പോൾ പറയാം. റൈസ് അത്ര പോരെന്ന് തോന്നുന്നുണ്ട്, എന്നാലും സമയം പോയ നേരത്തായതുകൊണ്ട് തന്നെ ഇത്തിരി വിശപ്പും ഉള്ളതുകൊണ്ട് വലിയ ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ല. ആ ഗ്യാപ്പിൽ ഞങ്ങളുടെ കുറച്ച് സ്നേഹപ്രകടനങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. സ്നേഹപ്രകടനം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് ഞാൻ ഇടയ്ക്ക് എടുക്കണമെന്ന്, ഇവൻ എന്നെ എടുക്കുമോ എന്നൊക്കെ ചോദിക്കും. കുഞ്ഞു ആവാൻ വരും. അപ്പം ഞാൻ ഇവനോട് പറയും, നീ ആദ്യം എന്നെ എടുക്കുക, എന്നിട്ട് ഞാൻ നിന്നെ എടുക്കാമെന്ന്. അവൻ തന്നെ മാക്സിമം എടുക്കാനായിട്ട് ശ്രമിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെയും സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ റൈസൊക്കെ എടുത്തിട്ടാ. സമയം 2:30 ആയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇനി വേഗം കഴിച്ചേക്കാം, ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട, ചൂടോടുകൂടി കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ പാത്രത്തിലേക്കൊക്കെ ഇടണുണ്ട് കേട്ടോ. സുധുവാണ് സാധാരണ എനിക്ക് വിളമ്പിയൊക്കെ തരണത്. വെച്ച് കഴിഞ്ഞാൽ വിളമ്പി തരേണ്ടത് അവനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ പാത്രത്തിലൊക്കെ എടുത്ത് നമ്മൾ ടേബിളിലോട്ട് പോയിട്ടുണ്ട്, ഇരുന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ടെസ്റ്റർ കഴിച്ച് നോക്കാൻ പോകണ്ട കേട്ടോ. ടെസ്റ്ററാണെങ്കിൽ എനിക്ക് ആദ്യം വായിൽ വെച്ച് തരാനാണ് എനിക്ക് പോണത്, പക്ഷേ നടക്കണില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ട്, ചൂടോട് കൂടിയല്ലേ കൊണ്ടുവന്ന് വെച്ചേക്കണത്. സൂപ്പറാണെന്ന് ആൾ പറയുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാനും കഴിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയതാണെങ്കിലും സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഞായറാഴ്ച വിശേഷങ്ങളുടെ 2ാമത്തെ ഭാഗമാണ് ഇപ്പോൾ കണ്ടത്. ഇനി 3ാമതൊരു ഭാഗമുണ്ട്, സർപ്രൈസാണേ.